നമസ്കാരം. ഇന്ന് മാതൃഭൂമി പത്രത്തിൽ മുൻ പേജിൽ തന്നെ വളരെ പ്രത്യേകതയാർന്ന ഒരു വാർത്ത. സത്യം പറഞ്ഞാൽ മാതൃഭൂമിയിൽ ഈ വാർത്ത കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ട് കാണും. പക്ഷെ അതൊരു സത്യമായ കാര്യമാണ്. സത്യമായ കാര്യങ്ങൾ തീർച്ചയായിട്ടും മാതൃഭൂമി പറയാറുണ്ട് എന്നത് വാസ്തവമാണ്. തലക്കെട്ടിങ്ങനെയാണ്: തുറന്നു പറഞ്ഞ CPM റിപ്പോർട്ട്, പാർട്ടിയുടെ പാളിച്ചയിൽ BJP വളർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു താമരയുടെ ചിത്രവും ഒരു ചുവന്ന നിറത്തിലുള്ള ഒരു വെള്ളമൊഴിക്കുന്ന പാത്രം കൊണ്ട് താമരയെ വെള്ളമൊഴിച്ച് വളർത്തുന്ന ചിത്രവും ഒപ്പം തന്നെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങളും ഒക്കെ തന്നെ ഈ വാർത്തയിൽ വളരെ പ്രാധാന്യത്തോടെ മാതൃഭൂമി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. അതായത് CPM-ന്റെ തണലിൽ BJP വളർന്നു എന്ന ഒരു ധ്വനി അതിനകത്തുണ്ട്. പക്ഷേ CPM കാരണം അല്ലെങ്കിൽ CPM-ന്റെ പ്രവൃത്തി ദോഷം കൊണ്ട് BJP വളരുന്നു എന്നതാണ് അതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം. കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങൾ ഇതിനു മുൻപ് തത്വമയി വാർത്തയായി നൽകിയതാണ്. അതായത് അവിടുത്തെ സഹകരണ ബാങ്കുകളിലടക്കം മറ്റ് സഹകരണ സ്ഥാപനങ്ങളിലടക്കം സഖാക്കൾ കാണിക്കുന്ന തോന്നിയാസവും തെമ്മാടിത്തരവും, വീട്ടിൽ കയറി സ്ത്രീകളെ ഉൾപ്പെടെ ഭീഷണിപ്പെടുത്തിയ വാർത്തയും ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അങ്ങനെ ആണ് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി കുടുംബത്തിൽപ്പെട്ട ആളുകൾ പോലും, പ്രത്യേകിച്ച് സ്ത്രീകൾ പോലും BJPക്ക് വോട്ട് ചെയ്തത്. മാത്രമല്ല ഇവരുടെ സംസ്ഥാന സമ്മേളനങ്ങളിലും ബ്രാഞ്ച് സമ്മേളനങ്ങളിലും ഒക്കെ തന്നെ BJPയിലേക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചോർച്ച ഉണ്ടായത് എന്നുള്ള റിപ്പോർട്ടും ഉണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസിന് നാളെ മധുരയിൽ തുടക്കമാവുകയാണ്. അതോടനുബന്ധിച്ചാണ് മാതൃഭൂമി ഈ വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും BJP RSS ശക്തിപ്പെട്ടത് തങ്ങളുടെ ചെലവിൽ എന്ന CPM-ന്റെ സ്വയം വിമർശനം. ബുധനാഴ്ച തുടങ്ങുന്ന 24-ാം പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനിരിക്കുന്ന കരട് രാഷ്ട്രീയ അവലോകന രേഖയിലാണ് ഈ ഏറ്റുപറച്ചിൽ. CPM ശക്തി കേന്ദ്രങ്ങളിൽ പോലും BJP വോട്ട് ഉയർത്തുകയാണെന്ന് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. എന്നാൽ BJP വളർച്ചയ്ക്ക് CPM കാരണമാകുന്നു എന്ന് തുറന്ന് സമ്മതിച്ചിരുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഇപ്പോൾ തുറന്ന് സമ്മതിക്കുകയാണ്. ത്രിപുരയിൽ 2018-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതോടെ പാർട്ടി ഹിന്ദുത്വ വർഗീയ ശക്തികളുടെ തുടർച്ചയായ ആക്രമണം നേരിടുകയാണ് എന്ന് കേന്ദ്ര കമ്മിറ്റിയുടെ രാഷ്ട്രീയ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ബംഗാളിലാകട്ടെ 2011-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനു ശേഷം BJP മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായി. തുടർച്ചയായ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല. ഇതടക്കമുള്ള കാര്യങ്ങളാൽ പാർട്ടി അംഗങ്ങളും അനുഭാവികളും BJPയിലേക്ക് ചേക്കേറി. ഈ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് BJP വളർച്ച പാർട്ടി ചെലവിൽ എന്ന് CPM വിലയിരുത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലും ഒരു പരിധിവരെ BJPക്ക് വലിയ മുന്നേറ്റമുണ്ടായി. BJPയും സംഘപരിവാർ ശക്തികളെയും എതിർക്കുന്ന പാർട്ടി രീതി കൂടുതൽ ശക്തമാകേണ്ടതിന്റെ ആവശ്യമുണ്ട് എന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. മതവികാരം ഉപയോഗപ്പെടുത്തി വിശ്വാസികൾക്കിടയിൽ ഹിന്ദുത്വ വർഗീയത വളർത്താൻ ആചാരങ്ങളെയും ഉത്സവാഘോഷങ്ങളെയും RSS ഉപയോഗപ്പെടുത്തുകയാണ്. അങ്ങനെ കുറെ കുറ്റങ്ങളും പറയുന്നുണ്ട്. പക്ഷേ CPM-ന്റെ കയ്യിലിരിപ്പ് കൊണ്ട് CPM ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായ അംഗങ്ങളെ അടക്കം, അതുപോലെ തന്നെ ജനാധിപത്യ വിശ്വാസികളെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട്, അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട്, അവർക്ക് അർഹമായത് നിഷേധിച്ചുകൊണ്ട് വെറും പാർട്ടി കളി, പാർട്ടി ഗുണ്ടായിസം, പാർട്ടി താന്തോന്നിത്തരം, പാർട്ടി തല്ലുകൊള്ളൽ, അതുപോലെ പാർട്ടി നേതാക്കളുടെ ഒക്കെ തന്നെ മയക്കുമരുന്ന്, റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായുള്ള ബന്ധം, സഹകരണ ബാങ്ക് അടക്കമുള്ള തട്ടിപ്പ്, ഇതൊക്കെയാണ് കാരണമായത്. അപ്പൊ തീർച്ചയായിട്ടും CPM-ന്റെ തണലിൽ അല്ല, CPM കാരണം, അല്ലെങ്കിൽ CPM-നെ മടുത്തിട്ട് CPM എന്ന പാർട്ടിയിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ മനുഷ്യൻ കിടന്ന് നട്ടം തിരിയും. സ്ത്രീകൾ അടക്കമുള്ള ആളുകൾക്ക് യാതൊരു സുരക്ഷയുമില്ല. ഇവിടുത്തെ ക്രമസമാധാന പാലനം എന്ന് പറയുന്ന ആ സംഗതി CPM എന്ന പാർട്ടി നയിക്കുന്ന സർക്കാരിന് അന്യമായി കഴിഞ്ഞു. എന്ത് തോന്നിയാസവും കാണിക്കും. ഇവിടെ ഏകാധിപത്യ ഭരണത്തിന്റെ അപ്പുറമുള്ള ഒരു തരത്തിലുള്ള ജനപീഡനമാണ് ഭരണം എന്ന പേരിൽ നടക്കുന്നത് CPM-ന്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എന്നതാണ് യാഥാർത്ഥ്യം. നിങ്ങൾക്ക് സ്വയം ന്യായീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ഏതെങ്കിലും തരത്തിൽ ന്യായീകരണ ക്യാപ്സൂളുകൾ ഇറക്കിക്കൊണ്ട് ഒരു വേള നിങ്ങളുടെ റിപ്പോർട്ടിൽ തുറന്ന് സമ്മതിച്ചു എങ്കിലും നിങ്ങൾക്ക് അതിനെ ഈ രീതിയിൽ വ്യാഖ്യാനിക്കാം. പക്ഷേ യഥാർത്ഥ വ്യാഖ്യാനം ഞാൻ ഈ മേൽ പറഞ്ഞ കാര്യങ്ങളാണ്. CPM-നെ വെറുത്തു തുടങ്ങിയിരിക്കുന്നു ആളുകൾ. CPM പ്രവർത്തകർ പോലും വെറുത്തു തുടങ്ങിയിരിക്കുന്നു. സഖാക്കൾ പോലും CPM-ൽ നിന്ന് അകലുന്നു. CPM-ന്റെ കൂടെ എന്ന് ഭാവിച്ചുകൊണ്ട് അവർ BJPക്ക് വോട്ട് ചെയ്യുന്നു. ഇത് ഇനിയും തുടരും, ശക്തമായി തന്നെ തുടരും. കാരണം 5% വോട്ടുണ്ടായിരുന്ന BJPക്ക് ഇപ്പോൾ 20-നടുത്ത് വോട്ട് ഷെയർ ഉണ്ട്, വോട്ട് ശതമാനമുണ്ട്. K. സുരേന്ദ്രൻ BJP അധ്യക്ഷനായതിനു ശേഷം BJPക്ക് ക്രമാതീതമായി ജനപിന്തുണ ഏറിയിരിക്കുന്നു എന്നത് യാഥാർത്ഥ്യം. സംഘപരിവാർ ശക്തികൾ ഹിന്ദുത്വ വികാരം ഉണർത്തി വോട്ട് നേടുന്നു എന്ന് പറയുന്ന ഈ ബാലിശമായ ഈ ഒരു കാര്യം നിങ്ങളൊന്നുകൂടി പരിശോധിക്കണം. എന്താണ് സംഭവിച്ചത് എന്ന്. നിങ്ങളുടെ കാൽച്ചൂട്ടിലെ മണ്ണൊലിച്ചു പോവുകയാണ്. ഒലിച്ചേതാണ്ട് പോയി കഴിഞ്ഞു. എന്നിട്ട് നിങ്ങളിങ്ങനെ ഹിന്ദുത്വം, വികാരം, മതന്യൂനപക്ഷം, ഭൂരിപക്ഷം, അത് ഇത് പ്രീണനം എന്നൊക്കെ പറഞ്ഞ് നടന്നാൽ
പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞ് പണ്ട് അനിക്സ്പ്രേ എന്ന് പറയുന്ന ഒരു പാൽപ്പൊടിയുടെ പരസ്യം ഉണ്ടായിരുന്നു. അതിലപ്പുറം CPM, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നതേയുള്ളൂ. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.